ഇന്ന് എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി വീണ ജോർജ്. വെൽക്കം. താങ്ക് യു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയധികം കോൺട്രവേഴ്സീസിലും ഇത്രയധികം പ്രശ്നത്തിലും ഏർപ്പെട്ട ഒരു മന്ത്രി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. താങ്കൾ വന്നപ്പോൾ മുതൽ ഇന്ന് വരെ ഞാൻ കാണുന്നത് തൊട്ടേനും പിടിച്ചതിനും എല്ലാം വിവാദമാണ്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഇത്രയധികം വിവാദങ്ങളാകപ്പെട്ട വേറൊരു മന്ത്രി ഇല്ലെന്ന് തന്നെ വേണേ പറയാം. വിധി അല്ലാതെ എന്ത് പറയാനാ? നിങ്ങൾക്ക് രാജിവെച്ചുകൂടെ മന്ത്രി? മനസ്സിലാക്കി കളഞ്ഞല്ല. നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്തിനാണ്? ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോകൂ. പൊക്കണം. ഞാൻ പോവൂല. ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഈ കത്രിക കേസിൽ എന്താണ് അന്വേഷണം ഇപ്പൊ നടന്നത്? എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇപ്പൊ ഈ ശരിക്കും ഇത് കാര്യത്തിൽ ശരിക്കും ഇത് തന്റെ വേലത്തരങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. ലാണ് ഒരു കോഴിക്കോട്ടുള്ള ഒരു വിഷയം ഉണ്ടാവുന്നത്, അർഷീന എന്ന യുവതിയുടെ വിഷയം ഉണ്ടാവുന്നത്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖല തകർന്നു. അല്ല അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല. വെന്റിലേറ്ററിൽ നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇതൊരു നരേറ്റീവാണ്. ഓക്കെ, ഇനിയെങ്കിലും മാനം മര്യാദയായിട്ട് ജോലി എടുത്ത് ജീവിക്കേ. ആർക്കൊക്കെ ഒരു തകർന്നായിട്ട് കാണിക്കണം. അതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉറപ്പായിട്ടും കാണിക്കണം. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. അതുകൊണ്ട് 100% കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യനെ ക്ഷമ എടുത്തത് തള്ളി 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 മലത്താണല്ലോ.